ഭവനങ്ങൾ ക്ഷയിച്ചു പോകാൻ കാരണമെന്ത്? തലമുറകൾ അഭിവൃദ്ധിപ്പെടാതിരിക്കുന്നതിന് കാരണമെന്ത്? ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ആ വിഷയത്തിൽ സംസാരിച്ചൊരു വിടുതൽ നമുക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നൽകിയ ആലോചന ദാവീദിന്റെയും ശൗലിന്റെയും ഗ്രഹം കുറിച്ചാണ്. അത് ശമൂവേലിന്റെ 2-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും ദീർഘകാലം യുദ്ധമുണ്ടായിരുന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ഹല്ലേലൂയ. ഒരു കുടുംബം, ഒരു ഗ്രഹം ബലപ്പെട്ടു വരുന്നു, മറ്റൊരു ഗ്രഹം ക്ഷയിച്ചു പോകുന്നു. എന്താണ് നമ്മുടെ ഭവനങ്ങൾ അഭിവൃദ്ധിപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എവിടെയാണ് നമ്മുടെ ഭവനങ്ങൾ ക്ഷയിച്ചു പോകാൻ കാരണമായി തീരുന്നത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ദൈവിക അഭിവൃദ്ധി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, സ്വസ്ഥത ഉണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം, ഐക്യത ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം. പക്ഷെ ഇതൊന്നും കഴിയുന്നില്ല. ഭൗതികമായ അഭിവൃദ്ധിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. സ്വസ്ഥമായും സമാധാനമായും സന്തോഷമായും കഴിയാൻ പറ്റുന്നത് ഒരു വലിയൊരു അഭിവൃദ്ധിയല്ലേ? എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും സമാധാനമായി അനുഭവിക്കാൻ കഴിയാതെ രോഗങ്ങളും കലഹങ്ങളും പ്രശ്നങ്ങളും കടഭാരങ്ങളും ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളില്ലേ? അതിലൊക്കെ ഒരു സ്വസ്ഥതയില്ല. എന്നാൽ 3 കാര്യങ്ങളാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നൽകിയത്. നമ്മുടെ ഭവനം അഭിവൃദ്ധിപ്പെടും, ക്ഷയിച്ചു പോകുന്ന സ്ഥിതി മാറും. എങ്ങനെയാണത് മാറുന്നത്? ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭവനമാണെങ്കിൽ ആ ഭവനം ഉറപ്പായി അഭിവൃദ്ധിപ്പെടും. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവമുഖം അന്വേഷിക്കുക എന്നതിന്റെ അർത്ഥം. ദൈവമേ എന്ന് വിളിക്കുന്നവൻ, നിലവിളിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ, ഇങ്ങനെയൊക്കെയാ മനുഷ്യന്റെ തലവര. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പോകുന്നവരല്ല. എന്നാ പറഞ്ഞാലും എന്നെ കൊണ്ട് എനിക്ക് സമയമില്ല, ഒന്നിനും പറ്റത്തുമില്ല എന്ന് പറയുന്നതല്ല. എനിക്ക് എന്റെ ദൈവത്തിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തോട് സംസാരിക്കണം, ദൈവകാൽക്കൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ നോക്കിയോ, ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാര് വരിക. ആ 18-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അബ്രഹാം ദൈവസന്നിധിയിൽ തന്നെ നിന്നു, ദൂതന്മാരെ സൽക്കരിച്ച് ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് ദൈവസന്നിധിയിൽ മധ്യസ്ഥതയെ, ലോത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാമിനെ കാണാം. അവന്റെ കുടുംബം, അവന്റെ തലമുറ അഭിവൃദ്ധിപ്പെട്ടു. അത് അതിശയകരമായ കാര്യമൊന്നുമല്ല, നമുക്കറിയാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്, ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കുന്നവന് ദൈവം അഭിവൃദ്ധിപ്പെടുത്തും. അവന്റെ വീട്ടിൽ ദൂതന്മാര് വരും, അനുഗ്രഹിക്കാനായിട്ട് വരും, അഭിവൃദ്ധി പറയാനായിട്ട് വരും, വാഗ്ദത്തങ്ങൾ കൊടുക്കാനായിട്ട് വരും. ചില ഭവനങ്ങളിൽ ചെന്നാൽ അതൊന്നും പറ്റുകയില്ല, തോന്നുകയില്ല. കാരണം ദൈവം അതിന് നിയോഗം കൊടുക്കുകയില്ല. നിങ്ങളുടെ ഭവനം അഭിവൃദ്ധിപ്പെടാൻ ഒന്നാമത്തെ കാരണം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന, ആ വീടിനകത്ത് പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ശക്തമായ പ്രാർത്ഥന. ആരെങ്കിലും ഒരാളെങ്കിലും ഏറ്റവും കുറഞ്ഞത് പ്രാർത്ഥിക്കണം. ഒറ്റയാളുടെ പ്രാർത്ഥന വലിയ ശക്തിയുള്ളതാണെന്ന്, ഒരാളുടെ ആത്മീയ ഭക്തിയും ജീവിതവും ശക്തിയുള്ളതാണെന്ന് 1 കൊരിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നു. 14-15 വാക്യം. അപ്പൊ ആ വാക്യം ശ്രദ്ധിച്ചോണം. ഒരാളെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയുള്ള പ്രാർത്ഥിക്കണമെന്നല്ല. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, എന്നോട് കൂടെ എല്ലാവരും ഇല്ലല്ലോ, പ്രാർത്ഥിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട് നശിക്കുകയല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? അത് മതി, ബാക്കി കാര്യം ദൈവം ചെയ്യും. പക്ഷെ ലോത്തിന്റെ കുടുംബം, അവൻ നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തത് മാത്രമല്ല പ്രശ്നം, അധർമ്മവും മ്ലേച്ഛതയും അശുദ്ധിയും ഉണ്ടെന്നറിഞ്ഞിട്ടും അവൻ സോദോമിലേക്ക് പോയി അവിടെ തന്നെ പാർത്തു. അവൻ പട്ടണവാതിക്കൽ ഇരിക്കുന്നു, പ്രാർത്ഥിക്കാൻ സമയമില്ല, പല കാര്യങ്ങൾ അന്വേഷിക്കുന്നു. കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയിട്ടും അതിനെ അമർച്ച ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിപ്പോയി, കുരുങ്ങിപ്പോയി. ലോത്ത് കുരുങ്ങിപ്പോയി. ഹല്ലേലൂയ. ആ കുടുംബം അഭിവൃദ്ധിപ്പെട്ടില്ല, നമുക്കറിയാം. ആ മാതാവ് നഷ്ടമായി, കുഞ്ഞുങ്ങളൊക്കെ വഴിപിഴച്ചു പോയ സംഭവങ്ങൾ നമുക്കറിയാം. അഭിവൃദ്ധിപ്പെടാൻ കഴിഞ്ഞില്ല. യഹോവയുടെ ആലയത്തിൽ മോവാബിലും അമ്മോന്യരും കയറെഴുന്ന ദൈവം നിർബന്ധമായി കൽപ്പിച്ചു. തലമുറ ദൈവസന്നിധി ഇല്ലാതെ പോയി, ക്ഷയിച്ചുപോയി. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ച്, ദൈവികമായ കാര്യങ്ങൾക്ക്, ആത്മീയ കാര്യങ്ങൾക്ക് മുൻഗണനയും മൂല്യം കൊടുക്കുന്ന കുടുംബം. ചിലർക്ക് ആത്മീയം എന്ന് പറഞ്ഞ വിഷയമൊന്നുമല്ല. അതൊക്കെ ചുമ്മാ കുറെ പ്രാർത്ഥിക്കുന്നവർ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന, അല്ലാതെ ഇതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല. ആത്മീയതയുടെ കാര്യത്തിൽ, ദൈവത്തോട് അടുക്കുന്ന കാര്യത്തിൽ, ദൈവഭക്തിയുടെ കാര്യത്തിൽ
വലിയ താല്പര്യമൊന്നുമില്ല. അത് തൽക്കാലത്തേക്ക് ചില കാര്യങ്ങളൊക്കെ ക്ഷേമമായിട്ട് തോന്നുമെങ്കിലും പിന്നീട് വലിയ പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ക്ഷയിച്ചു പോകാനിടയാകും. അതിലെ ഉത്തമ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 28-ാം അധ്യായത്തിലും യാക്കോബിന്റെ ഏശാവിന്റെ അനുഭവം. ശരിക്കും യാക്കോബ് പരമഭക്തനായിരുന്നു. ജ്യേഷ്ഠാവകാശം ഏശാവിന്റെ കയ്യിൽ നിന്ന് വില കൊടുത്തു വാങ്ങി. അതിന് കാരണം ജ്യേഷ്ഠന് അതിന്റെ വില മതിച്ചില്ല. ഈ ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്ത് പ്രയോജനം? മനുഷ്യന് വിശപ്പാണ് വിഷയം, ആഹാരമാണ് വിഷയം, പണമാണ് വിഷയം. ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. പൈസയാണ് വിഷയം, ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുകയില്ല. അവകാശങ്ങളും ദൈവാനുഗ്രഹങ്ങളെ കുറിച്ചും വലിയ പ്രാധാന്യം കൊടുക്കുകയില്ല. ദൈവിക കാര്യങ്ങൾക്ക് മൂല്യമില്ല ഏശാവ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ജ്യേഷ്ഠാവകാശമെങ്കിൽ ജ്യേഷ്ഠാവകാശം കൊണ്ടുപോകും, എനിക്ക് ഇച്ചിരി ആഹാരം എന്താ. ഹല്ലേലൂയ. അപ്പൊ ഉപജീവനവും ഭക്ഷണവും ഇതൊന്നും അല്ല, അത് മാത്രം, അതാണ് ഏശാവ് വലിപ്പമായിട്ട് കണ്ടത്. പക്ഷേ യാക്കോബ് അവൻ കൂടാരവാസിയായി ജ്യേഷ്ഠാവകാശത്തിന് വില മനസ്സിലാക്കി, വില കൊടുത്ത് പായസം ഉണ്ടാക്കി കൊടുത്ത് ജ്യേഷ്ഠാവകാശം ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. തട്ടിയെടുത്തു എന്നൊക്കെ ചിലർ പറയും. തട്ടിയെടുത്തൊന്നും അല്ല. അവനല്ല ജ്യേഷ്ഠൻ അറിയില്ലേ, അവനല്ല പ്രാധാന്യമില്ലായിരുന്നുള്ളത് അത്രയും. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് അവനെ അനുഗ്രഹിക്കുവാൻ, പിതാവിന്റെ അനുഗ്രഹത്തിന് അവന് പ്രാധാന്യം ഉള്ളത് കൊണ്ട് പിതാവിന്റെ അനുഗ്രഹം അവന്റെ അമ്മ ന്യായമായി ഈ യാക്കോബിനെ ഏൽപ്പിച്ചു കൊടുത്തത്. അതാ എന്റെ കണക്ക്. അല്ലാതെ ദൈവം പക്ഷപാതം കാണിച്ചല്ല. ഇല്ലെങ്കിൽ യേശാവിനെ അനുഗ്രഹിക്കും. എന്നാൽ യേശാവിന്റെ ജ്യേഷ്ഠാവകാശം നേരത്തെ വിറ്റതല്ലേ. അപ്പൊ അതുകൊണ്ട് ജ്യേഷ്ഠനെ അനുഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. യാക്കോബ് വില കൊടുത്ത് വാങ്ങിച്ചില്ലേ, അവനെ അനുഗ്രഹിക്കും. അതാണ് നീതി. അതുകൊണ്ട് യാക്കോബ് അഭിവൃദ്ധിപ്പെട്ടു, രണ്ടു കൂട്ടമായി മാറി. അവന്റെ പേരിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമായി. ഏശാവും ഒരു ജാതിയായി മാറി. യാക്കോബ് അഭിവൃദ്ധിപ്പെട്ടതുപോലെ അഭിവൃദ്ധിപ്പെട്ടില്ല. പ്രിയമുള്ളവരെ, ആത്മീയ കാര്യങ്ങൾക്ക്, ദൈവിക കാര്യങ്ങൾക്ക് മൂല്യം കൊടുക്കൂ, അഭിവൃദ്ധിപ്പെടും. മൂന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവപ്രമാണം അനുസരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ദൈവവചനം പ്രമാണിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടും. അതാണ് നമ്മൾ വായിച്ചത്. ശൗലിന്റെ പ്രശ്നം എന്നാതറിയാമോ? ശൗലിന്റെ പ്രശ്നം, ദൈവം പറഞ്ഞു അമാലേക്കരെ പൂർണ്ണമായി നശിപ്പിക്കണം. അതിനകത്തൊരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അവൻ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല, ആ പ്രമാണം അനുസരിക്കാൻ നിന്നില്ല. രണ്ടാമത്തെ കാര്യം, പുരോഹിതന്മാർ അർപ്പിക്കേണ്ട യാഗം അവൻ ആ പൗരോഹിത്യ നിയമത്തിന് പ്രാധാന്യം കൊടുക്കാതെ ശൗൽ യാഗം കഴിച്ചു. അപ്പോൾ ഇത് രണ്ടും തെറ്റായിട്ട് ദൈവത്തിന് മനസ്സിലായിട്ടാണ് അവനെ രാജസ്ഥാനം നീക്കിയത്. ദൈവത്തിന്റെ പ്രമാണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ദാവീദോ ബാല്യം മുതലേ യഹോവയെ സ്നേഹിക്കുകയും യഹോവയുടെ ആലയത്തിൽ പാർക്കുകയും കർത്താവ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അനുസരിക്കുകയും ചെയ്ത് കർത്താവിനോട് ആലോചന ചോദിച്ച് കർത്താവ് പറയുന്ന കാര്യം മാത്രം ചെയ്ത് ജീവിച്ചു. അവന്റെ ഗ്രഹം അഭിവൃദ്ധിപ്പെട്ടു. അതുകൊണ്ട് അഭിവൃദ്ധിപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം അഭിവൃദ്ധിപ്പെടട്ടെ. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം, ദൈവത്തോട് സംസാരിക്കുന്നവരാകണം. രണ്ട്, ആത്മീയ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനകത്ത് അതിന് വലിയ മൂല്യം കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ പ്രമാണം അതുപോലെ അനുസരിക്കുന്നവരാകണം. പ്രിയ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സന്ദേശം കുടുംബങ്ങളെ രൂപാന്തരം വരുത്തട്ടെ. ഇവിടെ തലമുറകൾ അഭിവൃദ്ധിപ്പെടട്ടെ. ക്ഷയിപ്പിക്കുന്ന എല്ലാ ശക്തികളും മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ. കർത്താവേ, നിന്റെ വചനത്തിൽ വേരൂന്നി നിൽക്കുന്ന കുടുംബത്തെ ഒരു കൊടുങ്കാറ്റിനും കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഈ മക്കൾ യേശുവിന്റെ നാമത്തിൽ അഭിവൃദ്ധിയുടെ വഴിയിലേക്ക് നീങ്ങട്ടെ. എല്ലാ കലഹങ്ങളും മാറട്ടെ, എല്ലാ അനുസരണക്കേടും മാറട്ടെ, എല്ലാ അശുദ്ധിയും മാറട്ടെ. ദൈവപ്രമാണം, ദൈവശക്തിയും വെളിപ്പെടട്ടെ. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഈ സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് ഷെയർ ചെയ്യണം. അവരും അഭിവൃദ്ധിപ്പെടട്ടെ. God bless you. Have a prosperous day.